പ്രണയസാഗരം അധ്യായം 16. മെഹ്റുവിൻ്റെ മുന്നിലൂടെ പോലീസ് ജീപ്പ് കടന്നുപോയി. അവൻ ഫോണെടുത്ത് ഷൈനത്തെ വിളിച്ചു. അല്പസമയത്തിനുള്ളിൽ അയാൾ ഫോണെടുത്തു. എന്താ മോനെ? അത്ത, ഞാനും നൂറയും കുടുംബനാലിയിൽ എത്തിയതായിരുന്നു. ഇന്നലെ നൈറ്റ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ കാണാൻ ഞാൻ പോയി. എനിക്ക് തിരിച്ച് വരാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നലെ രാത്രിയിൽ നൂറയുടെ മുറിയിൽ വെച്ച് ഒരാൾ കൊല്ലപ്പെട്ടു. ഇപ്പോൾ അവളും മിസ്സിംഗ് ആണ്. മോനെ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അത്ത, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു വഴിയും കാണുന്നില്ല. അവൾ വിളിച്ചിരുന്നോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഷൈനത്ത തീർത്തും നിശബ്ദനായിരുന്നു. ഒന്നും മിണ്ടാനാവാതെ അയാൾ തരിച്ചു നിന്നു. എവിടെയാണ് അവളെ അന്വേഷിക്കേണ്ടത്? എങ്ങോട്ടാണ് പോവുക? ഒരാളെ പോലും അവൾക്കിവിടെ പരിചയമില്ല. പിന്നെ ഇതെങ്ങോട്ട്? കൊലപാതകം ചെയ്യാനുള്ള കാരണം എന്താ? ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തകർന്നുപോയ ദാമ്പത്യ ജീവിതം. ശരിക്കും തെറ്റുകാരൻ ഞാനാണ്. അറിയാത്ത നാട്ടിൽ ഒരു പെണ്ണിനെ ഒറ്റക്കിട്ട് പോകരുതായിരുന്നു. മെഹർ കൂട്ടുകാരുടെ നമ്പർ അമർത്തി ചെവിയിൽ വെച്ചു. ആരോ ഒരാൾ ഫോണെടുത്തു. മെഹ്റു ഒറ്റ ശ്വാസത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഡാ, ഞങ്ങളിപ്പോൾ വരാം, നീ ഒന്ന് സമാധാനമായിരിക്കും. റഫീഖ് അളിയനെ വിളിച്ചു. സുറുമിയാണ് ഫോണെടുത്തത്. ഓ, നിങ്ങൾ മണാലിയിലായതുകൊണ്ടാണോ അവൾക്ക് ഇത്ര ഡിമാൻഡ്? സുറുമി, നീ ഒന്ന് അളിയന് ഫോൺ കൊടുക്ക്. എന്താടാ, എന്തു പറ്റി? മെഹ്റുവിൻ്റെ ശബ്ദം കേട്ട് സുറുമി ചോദിച്ചു. എടി, നീ ഒന്ന് ഫോൺ കൊടുക്ക്. ദാ, നിങ്ങൾക്കാണ് ഫോൺ. മെഹ്റു സുറുമി അളിയനോട് പറയുന്നത് കേൾക്കാം. ഡാ, എന്താടാ? അളിയ, ഒരു സീനുണ്ട്, എന്താ ചെയ്യാം? മെഹ്റു കാര്യങ്ങൾ റഫീഖിനെ ധരിപ്പിച്ചു. എടാ, കാര്യങ്ങൾ കുറച്ച് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണല്ലോ. എന്തായാലും നീ ഒന്ന് സമാധാനം പേർ. ദൽപൂർ സൂപ്രണ്ട് പോലീസ് ഓഫീസുണ്ട് അവിടെ. SP എൻ്റെ ഒരു സുഹൃത്താണ്. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. താൻ കട്ടേ. മെഹ്റു എന്തു ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു. അല്പം സമയം കഴിഞ്ഞപ്പോൾ ഒരു ടാക്സിക്കാർ വന്നു നിന്നു. അതിൽ നിന്നും മെഹ്റുവിൻ്റെ കൂട്ടുകാരിറങ്ങി. മെഹ്റു അവരെ കണ്ടതും ഒന്ന് വിതുമ്പിപ്പോയി. അവർ അവനെ തോളത്ത് തട്ടി ആശ്വസിപ്പിച്ചു. നീ പേടിക്കണ്ട, നൂറ എവിടെയാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. അവരിൽ ഒരാൾ മുറിയിൽ കയറി മുഴുവൻ ഒന്ന് പരിശോധിച്ചു പുറത്തു വന്നു. എടാ, അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനവൾ നല്ലോണം പ്രതികരിച്ചു. അയാൾ മരിച്ചു പോയപ്പോൾ അയാൾ പേടിച്ചു വരുന്നുണ്ടാവും. അതാണ് കാര്യം. എടാ, ഇനി അവൾ എവിടെ പോയി എന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് CCTV വീഡിയോ കിട്ടണം. ഞാൻ പോയി നോക്കട്ടെ. അവൻ പതിയെ കൗണ്ടറിനടുത്തേക്ക് പോയി. അഭി, ഉധർ കുछ प्रॉब्लम हो गया ना? CCTV വീഡിയോസ് चाहिए. സോറി സർ, नहीं मिलता है. അവൻ പെട്ടെന്ന് ആ ജോലിക്കാരൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. മാരേഗ തുംകോ സാലെ ജിതോ. ജോലിക്കാരൻ ആകെ വിളറി വെളുത്തു. CCTVയിൽ കൊലപാതകത്തിന് ശേഷം നൂറ ലോഡ്ജിൻ്റെ പിറകിലൂടെ നടന്നു പോകുന്നത് കണ്ടു. അവൻ തിരികെ മെഹ്റുവിനരികിൽ എത്തി. മെഹ്റു, ഒന്ന് തിരയണം. നമ്മളത് അടുത്ത മഞ്ഞുവീഴ്ചയ്ക്ക് മുമ്പേ. മെഹ്റു അവനെ അത്ഭുതത്തോടെ നോക്കി. പ്രശ്നത്തിന് ശേഷം മുറിവിട്ടിറങ്ങിയ നൂറ എങ്ങോട്ട് പോകണം എന്നറിയാതെ 1 മിനിറ്റ് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഹോട്ടലിൻ്റെ പിറകിലൂടെ നടന്നു പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താടാ? മെഹ്റു ചോദിച്ചു. എടാ, പ്രത്യേകിച്ച് ഒരു ഐഡിയയും അവൾക്ക് ഈ സ്ഥലത്തെക്കുറിച്ചില്ല. അതാണ് ഒരു പ്രധാന കാര്യം. എന്തായാലും നമുക്ക് തിരയാം. മെഹ്റു എല്ലാവരെയും കൂട്ടി തിരച്ചിൽ ആരംഭിച്ചു. ചിലയിടങ്ങളിൽ അപ്പോഴും മഞ്ഞു മാറിയിട്ടില്ലായിരുന്നു. ചിലയിടങ്ങളിൽ മഞ്ഞുരുകി വെള്ളം തിളം കെട്ടിക്കിടക്കുന്നു. ചില മഞ്ഞുകട്ടകൾ ചവിട്ടുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ടൈപ്പായിരുന്നു. ഏകദേശം 1 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ മെഹ്റുവിൻ്റെ ടീം മഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. അവളുടെ മുഖത്ത് ഐസ് പുതഞ്ഞു കിടക്കുന്നുണ്ട്. എല്ലാവരും അവളുടെ അടുത്തേക്ക് ഓടിയെത്തി. മെഹ്റു അവളുടെ മുഖത്തെ ഐസ് നീക്കി. തണുത്തു മരവിച്ച് കിടക്കുന്ന അവളുടെ മുഖത്തെ ഐസ് നീക്കുമ്പോഴും തണുത്തു മരവിച്ച അവളെ അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളുടെ ശരീരത്തിൽ ജീവനുള്ള യാതൊരുവിധ അടയാളവും കണ്ടെത്തിയില്ല. ഒരു കുഞ്ഞിനെ പോലെ അവൻ വാവിട്ടു കരഞ്ഞു. ചുറ്റും കൂടിയ അവൻ്റെ സുഹൃത്തുക്കൾ അവനെ സമാധാനിപ്പിച്ചു. എല്ലാവരും കൂടി വാരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമായി. ലൈറ്റ് തെളിഞ്ഞ വാഹനം അവരെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കുതിച്ചു മഞ്ഞു. നൂറയുടെ കവിളിൽ ഇടയ്ക്കിടയ്ക്ക് തലോടിക്കൊണ്ടിരുന്നു. ഹോസ്പിറ്റലിലെത്തിയ അവളുടെ ഹൃദയമിടിപ്പുകൾ ഡോക്ടർ പരിശോധിച്ചു. എത്രയും പെട്ടെന്ന് ICUവിലേക്ക് മാറ്റുവാനായി നിർദ്ദേശിച്ചു. ഒരു കുഞ്ഞിനെ പോലെ നൂറയെ വിളിച്ച് അവൻ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരീരത്തിലെ ഒട്ടുമിക്ക അവയവങ്ങളും നിലച്ചതുപോലെയായിരുന്നു. അവളുടെ ശരീരം തടവി ചൂടുപിടിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. അവളുടെ നെഞ്ചിലമർത്തി തടവിക്കൊണ്ടിരുന്നു. ഒത്തിരി നേരത്തെ പ്രയത്നങ്ങൾക്കിടയിൽ ഡോക്ടർ പുറത്തേക്ക് വന്നു. എന്താണ് ഡോക്ടർ? മെഹ്റു ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു. ഒന്നും പറയാനായിട്ടില്ല. ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടൊന്നുമില്ല. അപ്പോഴേക്കും ദിൽപൂർ പോലീസ് അവിടെ എത്തിയിരുന്നു. അവർ ICUവിൽ കടക്കാൻ ശ്രമിച്ചുവെങ്കിലും ഡോക്ടർ സമ്മതിച്ചില്ല. നാട്ടിൽ നിന്നും ഷൈനത്ത വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം മെഹ്റുവിനെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നുണ്ട്. എന്തു ചെയ്യണമെന്ന അവസ്ഥയിൽ മെഹ്റുവും കൂട്ടുകാരും ഹോസ്പിറ്റൽ വരാന്തയിൽ അസ്വസ്ഥരായി നിന്നു.
കുറച്ച് സമയങ്ങൾക്ക് ശേഷം നൂറ പതിയെ കണ്ണു തുറന്നുവെങ്കിലും അവൾക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. അവളുടെ നാവുകൾ കുഴഞ്ഞിരുന്നു. കൈകാലുകളിൽ രക്തയോട്ടം നിലച്ച പോലെയായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്നും താൻ എവിടെയാണെന്നോ അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഡോക്ടർ മെഹ്റുവിനെ വിളിച്ച് അവളെ കാണിച്ചുവെങ്കിലും മെഹ്റുവിനെ അവൾ തിരിച്ചറിഞ്ഞില്ല. ഒന്നും മിണ്ടാതെ, ഒന്നും പറയാൻ കഴിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ചലിക്കാതിരിക്കുന്ന അവളുടെ ശരീരഭാഗങ്ങൾ ഓരോന്നായി ചലിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ഭക്ഷണവും വെള്ളവുമില്ലാതെ അവരുടെ ജീവൻ തന്നെ അപകടാവസ്ഥയിലായിരുന്നു. മരവിച്ച അവസ്ഥയിൽ നിന്നും അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നത് തന്നെ ഏറ്റവും ശ്രമകരമായ അവസ്ഥ തന്നെയാണ്. ഡോക്ടർ അതവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. 100% പോലും സാധ്യതയില്ലാത്ത ഒരു റിസ്കി ജോബ്. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. നിങ്ങൾ ദൈവത്തിനോട് മാത്രം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. കണ്ണു നിറച്ചുകൊണ്ട് ഡോക്ടറുടെ മുറിയിൽ നിന്നും എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു അവർ. ഒരു വശത്ത് നൂറയുടെ മൊഴിയെടുക്കുവാനും അവളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുവാനുമായി ദിൽപൂർ പോലീസ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മണിക്കൂറുകളോളം ഐസിൽ പൊതിഞ്ഞു കിടന്ന് അവളുടെ ശരീരഭാഗങ്ങൾ എന്തൊക്കെ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് വളരെ ആശങ്ക പടർത്തിയിരുന്നു. താൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന കുറ്റബോധത്തിൽ മെഹ്റു ഇടയ്ക്കിടയ്ക്ക് അലറിക്കരഞ്ഞുകൊണ്ടിരുന്നു. നെഞ്ചിലും തലയിലും അടിച്ച് നിലവിളിച്ചു. കൂട്ടുകാർ അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചെങ്കിലും അതൊന്നും അവനൊരു ആശ്വാസം നൽകിയില്ല. തനിക്ക് വേണ്ടി തൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഒഴിഞ്ഞുവെച്ച് ജീവിതത്തിലേക്ക് കടന്നു വന്നവൾ ഇപ്പോൾ അവളെ ICUവിൽ നിന്നും പ്രത്യേകം ക്രമീകരിച്ച ഒരു മുറിയിലേക്ക് മാറ്റി. അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള താപനില സെറ്റ് ചെയ്തിരുന്നു. പതിയെ പതിയെ അവളുടെ ശരീരഭാഗങ്ങളെല്ലാം പ്രവർത്തിച്ചു തുടങ്ങിയതായി ഡോക്ടർമാർ അറിയിച്ചു. ഭാഗ്യമുണ്ടെങ്കിൽ നൂറ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചെത്തും എന്നവർ പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായി. കണ്ണുകൾ നിറച്ചുകൊണ്ട് മകളെ ഒന്ന് കാണുവാൻ വേണ്ടി ഷൈനത്ത എത്തിയിരുന്നു. അവർ മകളുടെ അവസ്ഥ കണ്ട് ഒരു ഭ്രാന്തനെപ്പോലെ അലറി വിളിച്ചു. അവളെ കെട്ടിപ്പിടിച്ച് അയാൾ നിലവിളിച്ചു കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും അയാളെ മാറ്റാനോ ആശ്വസിപ്പിക്കാനോ ആർക്കും കഴിയുമായിരുന്നില്ല. മെഹ്റുവിൻ്റെ ഉപ്പയും റഫീഖും അളിയനും എത്തിയിരുന്നു. റഫീഖ് അളിയൻ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരുമായി സംസാരിച്ചു. നൂറയാണ് കൊലപാതകം ചെയ്തത് എന്നതിന് 100% തെളിവുകൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. തെളിവുകളുടെ സാഹചര്യത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന ഇളവിലേക്ക് കൊണ്ടുവരിക എന്നല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പോലീസ് കമ്മീഷണർ അറിയിച്ചു. റഫീഖിൻ്റെ സ്വാധീനവും അത്തയുടെ പണത്തിൻ്റെ ബലവും കൊണ്ട് പോലീസ് പ്രവർത്തനങ്ങൾ കുറച്ച് മന്ദഗതിയിലാക്കി. പതിയെ പതിയെ നൂറ കണ്ണുകൾ തുറന്ന് എല്ലാവരെയും മനസ്സിലാക്കി തുടങ്ങി. ഷെയ്ൻ അവളുടെ അടുത്ത് കാത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറച്ച് അവളുടെ കൈകാലുകൾ പതുക്കെ അനങ്ങി തുടങ്ങിയിരുന്നു. മെഹ്റു അയാളെ കണ്ടുവെങ്കിലും മെഹ്റുവിനെ അവൾ കണ്ട ഭാവം പോലും നടിച്ചില്ല. അവളുടെ കൈയും കാലും ഇടയ്ക്കിടയ്ക്ക് തിരുമ്മി അയാൾ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരുന്നു. ദിവസങ്ങളോളം നീണ്ടുനിന്ന ചികിത്സയിൽ ഒടുവിൽ അവൾ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു. വെള്ളവും ഭക്ഷണവും കഴിച്ചു തുടങ്ങി. ദിൽപൂർ പോലീസ് തയ്യാറാക്കിയ FIRൽ പോലീസ് കേസെടുത്ത് നൂറയെ അറസ്റ്റ് ചെയ്തു. തനിക്കുണ്ടായിരുന്ന അനുഭവങ്ങൾ മുഴുവൻ പോലീസിനോട് പങ്കുവെച്ചു നൂറ. സ്വയം രക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞു. തനിക്ക് ആ രാത്രിയിലുണ്ടായിരുന്ന അനുഭവങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു പോലീസിനോട് പങ്കുവെച്ചത്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ഷൈനത്ത മകളെ ചേർത്ത് പിടിച്ചു. നിനക്ക് വേണ്ടായിരുന്നെങ്കിൽ എനിക്ക് തിരിച്ചു തന്നുകൂടായിരുന്നോ? മെഹ്റുവിനോട് അയാൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാൻ കഴിയാത്ത അവനെ പുച്ഛത്തോടെ റഫീഖും ഉപ്പയും നോക്കി. അവൻ ഭ്രാന്തമായ ഒരവസ്ഥയിലായിരുന്നു. കൈവിലങ്ങ് വെച്ചുകൊണ്ട് നൂറയെ പോലീസ് അവരിൽ നിന്നും കൊണ്ടുപോകുമ്പോൾ ഷൈനത്ത തളർന്നിരുന്നു പോയി. അത്ത എന്നെ കൊണ്ടുപോലെ എന്നവൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നീതിയുടെ മുന്നിൽ അവളെ എന്തു ചെയ്യാൻ കഴിയും? നൂറിനു വേണ്ടി ഒരു തീരുമാനമെടുക്കാൻ വേറെ ആരെയും അദ്ദേഹം സമ്മതിച്ചില്ല. തൻ്റെ മകളെ ഈ നിലയിലാക്കിയ മെഹ്റുവിനോട് അദ്ദേഹത്തിന് തീർത്തും ദേഷ്യമായിരുന്നു. തങ്ങൾ പൊന്നുപോലെ നോക്കി അവളെ 2 ദിവസം പോലും തനിക്ക് നോക്കാൻ കഴിയില്ല എന്നോർത്ത് അയാൾ അവനെ പുച്ഛത്തോടെ നോക്കി. അവൾക്ക് വേണ്ടി നല്ലൊരു വക്കീലിനെ കാണുവാൻ വേണ്ടി അന്നു തന്നെ യാത്ര പുറപ്പെട്ടിരുന്നു. വക്കീലിന് മുന്നിൽ അയാൾക്കൊന്നും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അയാളുടെ തൊണ്ട ഇടറി വിറച്ചിരുന്നു. എന്താടോ, എന്തു പറ്റി? നൂറ എന്തു പറയുന്നു? വക്കീലിൻ്റെ ചോദ്യത്തിന് മുന്നിൽ ഷൈനത്ത പൊട്ടിക്കരയായിരുന്നു. ഇവിടെ നിന്ന് പോയത് മുതൽ വിവാഹം കഴിപ്പിച്ചതും അവർക്ക് സംഭവിച്ചതും ഉൾപ്പെടെ എല്ലാം ഷൈനത്ത വക്കീലിനോട് പറഞ്ഞു. ഷൈനെ, നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഊരിക്കൊണ്ടുവരാം. ഇത് ഏറ്റവും കുറഞ്ഞത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കുള്ള കേസ് വരും. എന്താടോ ചെയ്യുക? ഇല്ലെങ്കിൽ ഈ കുട്ടിക്ക് എന്തെങ്കിലും മാനസിക വൈകല്യമുള്ളതായിട്ട് തെളിയിക്കണം. എടോ, എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടിയെ ഒന്ന് രക്ഷിക്കാമെന്ന ഉറപ്പിന്മേൽ ഷൈനത്ത അവിടെ നിന്നും യാത്രയായി. ജഡ്ജിക്ക് മുൻപാകെ കോടതിയിൽ ഹാജരാക്കിയ നൂറയെ തുടരന്വേഷണത്തിന് വേണ്ടി കസ്റ്റഡിയിൽ വിടാൻ കുളു ജഡ്ജി ഉത്തരവിട്ടു.
കുളിവിട്ട് നാട്ടിലേക്ക് പോകാൻ മെഹ്റു തയ്യാറായിരുന്നില്ല. എല്ലാവരും അവനെ വിളിച്ചെങ്കിലും അവൻ പോകാൻ തയ്യാറായില്ല. ഒരു ഭ്രാന്തനെ പോലെ ഉണ്ണാതെ ഉറങ്ങാതെ അവൻ ജയിലിന് മുന്നിൽ കാത്തിരിക്കുക പതിവായി. സിമന്റ് തറയിൽ കുത്തിയിരിക്കുകയായിരുന്നു. എന്തോ ആലോചിക്കുകയായിരുന്നു നൂറ. ജയിലഴികളിലൂടെ ലാത്തിയുടെ പടപട ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. സെല്ല് തുറന്നുകൊണ്ട് 2 വനിതാ പോലീസുകാർ അകത്തേക്ക് വന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് നൂറയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ലാത്തി കൊണ്ട് അവരുടെ പുറത്ത് അവർ ശക്തിയായി മർദ്ദിച്ചു. ഉട്ടോ സാലെ ഉട്ടോ. നൂറ വേദന കൊണ്ട് പുളഞ്ഞു. കേരളമേ ഉദരായ അമര ഏകാത്മിക മാർദിയാന. പീഡനങ്ങൾ ഒരു വശത്ത്. ഒരു പ്ലേറ്റിൽ ചപ്പാത്തിയും കറിയും അവളുടെ മുന്നിലെത്തി. അവൾക്ക് കഴിക്കാൻ കഴിയുമായിരുന്നില്ല. അവളുടെ തൊണ്ട വരണ്ടുണങ്ങിയിരുന്നു. രാത്രികാലങ്ങളിൽ അവർ തണുത്തു മരവിച്ചിരുന്നു. പുതയ്ക്കാൻ ശരിയായി ഉടുക്കാനോ ഇല്ലാതെ അവൾ ആകെ വിഷമിച്ചു. തൻ്റെ പ്രിയപ്പെട്ടവരെക്കുറിച്ച് ഓർത്ത് അവൾ ഏങ്ങിക്കരഞ്ഞിരുന്നു. വേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. എൻ്റെ ജീവിതം മുഴുവൻ ഇരുൾ വീഴ്ത്തിയ ഒരു തീരുമാനം. രാവിലെ തന്നെ വാർഡൻ എത്തിയിരുന്നു. നേരം വെളുക്കുവോളം തണുപ്പുകാരൻ കാരണം ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ശരീരത്തിലൂടെ സൂചി കുത്തുന്നത് പോലെ ഇഴച്ചു കീറുന്ന തണുപ്പ് അവളെ വേദനിപ്പിച്ചിരുന്നു. ചില നേരങ്ങളിലൊക്കെ ഹൃദയം നിലച്ചു പോകുന്ന പോലെ. എന്തിനു വേണ്ടിയായിരുന്നു ഈ ജീവൻ എന്നുപോലും തോന്നിപ്പിക്കുന്ന അവസ്ഥകൾ. ആർക്കോ വേണ്ടി ജനിച്ച ഒരു പാഴ്ചമ. രാവിലെ തന്നെ തെളിവെടുപ്പിന് കൊണ്ടുപോകാനായി ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. കൈവിലങ്ങണിഞ്ഞ തന്നെ കാണുവാൻ ഒരുപാട് ആളുകൾ തടിച്ചുകൂടിയിരുന്നു. ലോഡ്ജിന് പുറത്ത് തന്നെ നോക്കി നിൽക്കുന്ന ഭ്രാന്തനെ പോലെയുള്ള മെഹ്റുവിനെ അവൾ ഒരു നോക്കു കണ്ടു. നൂറ, എൻ്റെ പ്രിയപ്പെട്ടവളെ, അവളല്ല അത് ചെയ്തത്, ഞാനാണ്. ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർക്കരികിലേക്ക് ഓടിയെത്തി. പോലീസ് ലാത്തി കൊണ്ട് അവനെ മർദ്ദിച്ചു. എത്ര അടി കിട്ടിയിട്ടും അവൻ അതൊന്നും കൂട്ടാക്കിയതേയില്ല. നൂറ അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കാൻ തയ്യാറായിരുന്നില്ല. മുറിയും പരിസരങ്ങളും ഉപദ്രവിച്ചതും എല്ലാ തെളിവുകളും പോലീസിന് കാണിച്ചു കൊടുത്തു. തെളിവെടുപ്പ് കഴിഞ്ഞ് അവർ നൂറയെ വണ്ടിയിലേക്ക് തിരിച്ചു കയറ്റി. നൂറയെ വിളിച്ചുകൊണ്ട് വണ്ടിയുടെ പിന്നാലെ അവൻ ഓടിക്കൊണ്ടിരുന്നു. ഷൈനത്ത വക്കീലിൻ്റെ നല്ല പ്രതീക്ഷയിലായിരുന്നു. കോടതി മുറിയിൽ പ്രതിക്കൂട്ടിൽ നൂറ കയറി നിന്നു. പോലീസ് തയ്യാറാക്കിയ കുറ്റപത്രം വായിച്ചു. പ്രതി മലയാളി ആയതുകൊണ്ടും കുറ്റവും കുറ്റവിചാരണയും എല്ലാം മലയാളത്തിലായിരുന്നു. ഹണിമൂൺ ആഘോഷിക്കാൻ മണാലിയിലെത്തിയ നൂറയും മെഹ്റുവും അവിടെ വെച്ചു മെഹ്റു പുറത്തു പോയിരുന്ന സമയത്ത് പരിചയപ്പെട്ട അവിടുത്തെ ജീവനക്കാരനെ മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയും തുടർന്ന് മാരകായുധങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കുകയും കടാര കൊണ്ട് കുത്തിക്കൊല്ലുകയും ചെയ്തു. യാതൊരു പ്രൊബോഷനും ഇല്ലാതെ നൂറ ചെയ്ത തെറ്റായി പോലീസിൻ്റെ കണ്ടുപിടുത്തം ഇതായിരുന്നു. കുറ്റപത്രം പൂർണ്ണമായും വായിച്ചു കേൾപ്പിക്കപ്പെട്ടപ്പോൾ നൂറയുടെ വക്കീൽ എഴുന്നേറ്റ് നിന്നു. ഒബ്ജക്ഷൻ മിലോൺ. യെസ്, ഒബ്ജക്ഷൻ സബ്സ്റ്റൈൻഡ്. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ദയവായിട്ട് എനിക്കതിനുള്ള അവസരം തരണം. യെസ്, പ്രൊസീഡ്. സർ, എൻ്റെ കക്ഷിയായ നൂറ അദ്ദേഹത്തിൻ്റെ ഭർത്താവായ മെഹ്റുമൊത്ത് ഹണിമൂൺ ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് കുണുമണാലിയിലെത്തുന്നത്. അവിടെ വെച്ച് മെഹ്റുവിൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം പോയ നെഹ്റുവിന് പറഞ്ഞ സമയത്ത് തിരിച്ച് റൂമിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. ശക്തമായ മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നു റോഡിലുണ്ടാക്കിയ തടസ്സമാണ് വീണ്ടും തിരിച്ചെത്താൻ കഴിയാതിരുന്നതിന് കാരണം. റൂമിൽ തനിച്ചായ നൂറയെ റേഞ്ചില്ലാത്തതുകൊണ്ട് റിസപ്ഷനിലെ ഫോണിൽ വിളിച്ചിട്ടാണ് വരാൻ കഴിയില്ല എന്ന് മെഹ്റു അറിയിക്കുന്നത്. ആ സമയം ഭർത്താവ് കൂടെയില്ല എന്ന് ഉറപ്പുള്ള കൊല്ലപ്പെട്ട വ്യക്തി നൂറയുടെ റൂമിലെത്തുകയും ബെല്ലടിക്കുകയും ചെയ്തു. വാതിൽ തുറന്ന നൂറയെ റൂമിനകത്തു കയറി ആക്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ തന്നെ ആയുധമായ കടാര കൊണ്ട് സ്വയം രക്ഷാർത്ഥം തിരിച്ചാക്രമിക്കുകയുമാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് രക്ഷപ്പെട്ട നൂറ പിന്നീട് അതീവ ഗുരുതരാവസ്ഥയിൽ ദിവസങ്ങളോളം ഹോസ്പിറ്റലിൽ ചികിത്സയിലുമായിരുന്നു. ഈ കാലയളവിൽ ചികിത്സിച്ച ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കോടതി മുമ്പാകെ സമർപ്പിക്കുന്നു. ഒബ്ജക്റ്റ് യുവർ ഓണർ. പബ്ലിക് പ്രോസിക്യൂട്ടർ എഴുന്നേറ്റ് നിന്നു. യെസ്, പ്രൊസീഡ്. പ്രതിഭാഗം പറഞ്ഞതുപോലെ അത്ര നിഷ്കളങ്കമൊന്നുമല്ല ഈ നൂറ. മുറിയിലെത്തിയ വിക്ടിമിനെ മുൻപ് റിസപ്ഷനിൽ വെച്ച് സംസാരിക്കുകയും മുറിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തതിൻ്റെ വ്യക്തമായ സാക്ഷിമൊഴികളും CCTV ദൃശ്യങ്ങളുമുണ്ട്. അത്ര സൗഹൃദത്തിലിരിക്കുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും കടാരയുമായിട്ട് മുറിയിലേക്ക് പോകേണ്ട ഒരാവശ്യമില്ല. സാഹചര്യ തെളിവുകളും മൊഴികളും എതിരായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരാളെ കൊല്ലാൻ ഉപയോഗിച്ച ഈ ധൈര്യത്തിന് പിന്നീടൊരു താക്കീതായി മാറുകയും മരണം വരെ അയാൾ തൂക്കിലേറ്റുകയും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇനി ഒരാൾക്കും ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കാൻ പ്രചോദനമാവാതിരിക്കട്ടെ. ഒബ്ജക്ഷൻ യുവർ ഓണർ. നൂറയുടെ വക്കീൽ എഴുന്നേറ്റ് നിന്നു. ഒരു റിസപ്ഷനിൽ മുന്നിൽ നിന്നും ഒരു ചോദ്യം ചോദിച്ചാൽ ചിരിച്ചുകൊണ്ടല്ലാതെ നമ്മൾ മറുപടി പറയില്ല. മെഹ്റുവിൻ്റെ ഫോൺ വന്ന സമയം റിസപ്ഷനിലുണ്ടായിരുന്ന ഇയാളോട് നൂറ ചിരിച്ചു സംസാരിക്കുക സ്വാഭാവികം. അതിനെ വളച്ചൊടിച്ച് വേറൊരു രീതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിരിക്കുന്നത്.
ശാരീരികമായും മാനസികമായും ഒരുപാട് പിടിക്കപ്പെട്ട വ്യക്തിയാണ് എൻ്റെ കക്ഷി. മാനസിക സംഘർഷം അനുഭവിക്കുന്ന വ്യക്തിയാണ് ഡോക്ടർ ഐസക്. ചികിത്സയിലുള്ള രോഗിയാണ്. അതിൻ്റെ പേപ്പറുകളുണ്ട്. മാനസിക വൈകല്യമുള്ള എൻ്റെ കക്ഷിയെ സ്വയം രക്ഷാർത്ഥം തീരുമാനമെന്ന നിലയിൽ മനഃപൂർവ്വമല്ലാത്ത എന്നതിൽ നിന്നും ഇളവ് നൽകി ദയവ് ചെയ്ത് മോചിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നൂറയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ജഡ്ജി അവളോടായി ചോദിച്ചു. ഒന്നും അറിഞ്ഞുകൊണ്ടല്ല സാർ, അറിയാതെ പറ്റിപ്പോയതാണ്. ജീവൻ കൊതിയുള്ളത് കൊണ്ടാണ് സാർ. എന്നെ ഉപദ്രവിക്കാൻ നോക്കി. ഇവരുടെ ഭർത്താവിടെ? ഉടനെ തന്നെ മെഹ്റു സാക്ഷിക്കുട്ടിൽ കയറ്റപ്പെട്ടു. മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് ആകെ കോലം കെട്ട രീതിയിലായിരുന്നു മെഹ്റു. മിസ്റ്റർ മെഹ്റു, ഈ നിൽക്കുന്നത് ആരാണ്? പ്രോസിക്യൂഷൻ വക്കീൽ ചോദിച്ചു. എൻ്റെ ഭാര്യയാണ് സാർ. അവൾ അങ്ങനെ ഒരു കൊലപാതകം ചെയ്യാനുള്ള മോട്ടിവേഷൻ എന്താണ്? സാർ, അങ്ങനെയൊന്നും ചെയ്യില്ല. അവൾ അങ്ങനെ ചെയ്തു എന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല സാർ. അവളെ ഉപദ്രവിക്കാൻ അയാൾ വന്നതുകൊണ്ടല്ലേ സാർ? ഞങ്ങൾ ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ സാർ. ജീവിക്കാൻ അനുവദിക്കണം സാർ. അവളെ വിട്ടുതരണം സാർ. അവൻ വീണ്ടും എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. നൂറയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൾ അവനെ നോക്കി നിന്നു. സാക്ഷിക്കൂട്ടിൽ നിന്നും അവനെ പുറത്തേക്ക് കൊണ്ടുപോയി. സാക്ഷിമൊഴികളുടെയും പ്രതിയുടെ മാനസിക സംഘർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയുടെ കയ്യിൽ നിന്നും അബദ്ധം സംഭവിച്ചതാണ് എന്ന് സ്വയം രക്ഷാർത്ഥം സംഭവിച്ചതാണ് എന്ന് മനസ്സിലാക്കിയ കോടതി മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന പേരിൽ കണക്കാക്കുകയും പ്രതി നൂറ മെഹ്റുവിനെ 3 വർഷം തടവ് വിധിക്കുകയും പ്രതിയുടെ വക്കീലിൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം കേരള തൃശൂർ ജില്ലയിലേക്ക് തടവ് കാലാവധിയിൽ താമസിപ്പിക്കാനും ഇതിന്മേൽ ഉത്തരമാവുന്നു. 3 വർഷം തടവ്. ഒന്നും അറിയാത്ത പ്രായത്തിൽ നൂറയെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് കാണാനുള്ള ത്രാണി ഷൈനില്ലായിരുന്നു. അയാൾ കൊച്ചുകുഞ്ഞിനെപ്പോലെ കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു. ഭ്രാന്ത് പിടിച്ചവനെ പോലെ നോക്കുകയായിരുന്നു മെഹ്റു. തൻ്റെ പ്രിയപ്പെട്ടവളെ പോലീസ് വാഹനത്തിൽ കയറ്റി നോക്കി അവനിരുന്നു. കണ്ണുകൾ നിറഞ്ഞു. നൂറയുടെ കാഴ്ചകൾ മങ്ങിയിരുന്നു. തൃശ്ശൂരിലേക്കുള്ള യാത്ര മണാലിയിലേക്ക് പോയത്ര സുന്ദരമായിരുന്നില്ല തിരിച്ചുള്ള മടക്കം. തികച്ചും പരിചയമില്ലാത്ത രീതിയിലുള്ള ജയിൽവാസം. ജയിലിനുള്ളിലെ 42-ാം നമ്പർ ചേസി, പുല്ലുപായും പ്ലേറ്റും ഗ്ലാസും, മൂത്രത്തിൻ്റെ സഹിക്കാൻ പറ്റാത്ത ഗന്ധമുള്ള ജയിലിലെ മുറികൾ, കൊടും കുറ്റങ്ങൾ മാത്രം ചെയ്തു വന്നിട്ടുള്ള കുറ്റവാളികൾ, കഞ്ചാവ്, മയക്കുമരുന്ന് തുടങ്ങി എല്ലാ ദോഷങ്ങളുമുള്ള സ്ത്രീകൾ. കാണാൻ സുന്ദരിയായ അവളുടെ ഓരോ ചുറ്റും അവർ ഒത്തുകൂടി. ഏതവനാ കൊന്നിട്ടാടി നീ ഇങ്ങോട്ട് വന്നേ? ജയിലിൽ അവൾക്ക് പലവിധ ടോർച്ചറുകൾ ഉണ്ടായിരുന്നു. ജയിലിലെ തലമുതിർന്ന കുറ്റവാളികളാണ് എപ്പോഴും ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ തുണി അലക്കുക, മുറികൾ തുടങ്ങിയവ ജോലികൾ എല്ലാം വൃത്തിയാക്കുക, എല്ലാം അവരെ കൊണ്ടാണ് ചെയ്യിച്ചുകൊണ്ടിരുന്നത്. എല്ലാം ഒരു അനുസരണയുള്ളവരെ പോലെ അവൾ ചെയ്തുകൊണ്ടിരുന്നു. ജയിലിൽ അവളെ കാണാൻ വേണ്ടി മെഹ്റു എത്തിയിരുന്നു. അവനെ കണ്ടതും അവളൊന്നും പറയാതെ അകത്തേക്ക് തന്നെ തിരിച്ചുപോയി. നൂറ എന്ന് അലറി കരഞ്ഞുവെങ്കിലും കണ്ടിട്ടില്ല. അവളത് കേൾക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. ജയിലിലും അവൾക്ക് ജോലിയുണ്ടായിരുന്നു. പൂന്തോട്ടം നനയ്ക്കാനും കൃഷി ചെയ്യാനും എല്ലാത്തിനോടും അവളും ഉണ്ടായിരുന്നു. ആരോടും ദേഷ്യമോ അടുപ്പമോ അവൾ കാണിച്ചിരുന്നില്ല. ആരോടും അധികം സംസാരിച്ചില്ല. സാരമില്ലാത്ത സമയങ്ങളിൽ തനിച്ചിരുന്ന് കണ്ണുനീർ വാർത്തുകൊണ്ടിരുന്നു. ജയിലഴികൾക്ക് മുന്നിലിരുന്നാൽ മുകളിലെ ആകാശം കാണാം. ചന്ദ്രനും നക്ഷത്രങ്ങളും കാണാം. ഇല്ലാത്ത ജീവിതത്തിനെക്കുറിച്ച് കാണാം. പണ്ടൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമായിരുന്നു. ഇപ്പോൾ ജീവിതത്തിൻ്റെ ഏതോ മേഖലകളിലൊക്കെ ഗ്രഹണം ബാധിച്ചിരുന്നു. ഇനിയും ഒരിക്കൽ കൂടി തനിക്കൊരു ജീവിതമുണ്ടാവുമോ എന്നറിയില്ല. പുറത്തൊരാളെ കൊന്ന മനുഷ്യനാണ് ഞാൻ. നാളെ പലതരത്തിൽ വ്യാഖ്യാനിക്കാം. പാവം മെഹ്റു. എന്നെ തനിച്ചാക്കി അന്ന് പോയി എന്നല്ലാതെ വേറെ എന്ത് തെറ്റാണ് അവൻ ചെയ്തിട്ടുള്ളത്? ജീവിതത്തിൻ്റെ പച്ചപ്പിൽ നിന്നും അവനും ഒരു മുരടിപ്പിലേക്ക് തന്നെ പോയില്ലേ? ഞാൻ വന്നപ്പോൾ കാണാതിരുന്നത് മോശമായിപ്പോയി. ഒരു വനിതാ പോലീസ് നടന്നു വരുന്നുണ്ടായിരുന്നു. എന്താടി, നിനക്ക് ഉറക്കം വരുന്നില്ലേ? ഉറങ്ങാൻ പോവുകയാണ് സാറേ. ആ, വേഗം നോക്കടി. ജയിൽ എപ്പോഴും ദുസ്സഹമായിരുന്നു. ജീവിച്ച് കൊതിതീരും മുമ്പ് കുടുംബത്തിൻ്റെ ആപത്തിനെക്കുറിച്ച് അവൾ എപ്പോഴും ചിന്തിച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മെഹ്റുവിൻ്റെ ഓർമ്മകൾ അവളെ പൊള്ളിച്ചുകൊണ്ടിരുന്നു. നൂറ മെഹ്റു, തനിക്കൊരു വിസിറ്ററുണ്ട്. ആരാണ് കാണാൻ വന്നതെന്ന് ആലോചിച്ച് മെഹ്റു അങ്ങനെ ചിന്തിച്ചു നിന്നു. പുറത്ത് ഷൈനത്തയോടൊപ്പം സലീനമ്മയുണ്ടായിരുന്നു. അവരെ കണ്ടതും അവളുടെ സങ്കടം അണപൊട്ടി ഒഴുകി. ജയിലഴികൾ കൂടെ അവരുടെ വിരലുകൾ ചേർത്ത് വെച്ച് അവൾ കരഞ്ഞുപോയി. അമ്മ, അബദ്ധം പറ്റിപ്പോയി. സാരല്ല മോളെ, പടച്ചോൻ എന്തെങ്കിലും കരുതിയിട്ടുണ്ടാവും. അവർ നൂറയെ സമാധാനിപ്പിച്ചു. എന്തിനായിരുന്നു ഇതൊക്കെ? എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് വേദനിപ്പിച്ചുകൊള്ളാൻ ഒരുപാട് സങ്കടം തോന്നി. പച്ചക്കറി തോട്ടം നനയ്ക്കാൻ വേണ്ടി എല്ലാവരും തോട്ടത്തിലേക്ക് പോയി. ജയിലിനുള്ളിൽ തോട്ടം. അവിടെ ഇല്ലാത്തതായി ഒന്നും തന്നെ ഉണ്ടാവില്ല. ചിലപ്പോഴൊക്കെ ഒരാശ്വാസമാണ്. നട്ട് നനച്ചത് ഉണ്ടാക്കിയതൊക്കെ കാണുമ്പോഴൊരു സമാധാനമാണ്. തലകൾക്കുള്ളിൽ മിന്നൽ പിളർ പോലെ ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞ് നിലത്തേക്ക് തലകറങ്ങി വീണു. സഹതടവുകാർ അവളെ താങ്ങിയെടുത്തു. ജയിലിൽ ഡോക്ടർ അവളെ പരിശോധിച്ചു. ബിപിയും ഷുഗറും എല്ലാം നോർമലായിരുന്നു. ഒന്നുകൂടി പരിശോധിച്ച ഡോക്ടർ ഒന്ന് ചിരിച്ചു. ഇവള് ഗർഭിണിയാണ്.
അവളുടെ മുഖത്ത് സന്തോഷവും സങ്കടവും ഒരുമിച്ച് വന്നു. തൻ്റെ മെഹ്റുവിൻ്റെ കുട്ടി, ഈ കുഞ്ഞിനും ജയിലിൽ കഴിയാനാണോ വിധി? വിശേഷ വാർത്ത ആദ്യം അറിയിക്കേണ്ടത് മെഹ്റുവിനെ തന്നെയാണ്. പക്ഷേ ആട്ടിയിറക്കി വീട്ടിലെത്താൻ പതിയെ അവൾ വയറിൽ കൈവച്ചു. വീണ്ടും ജീവിക്കാനൊക്കെ ഒരാഗ്രഹം. എത്രയും നാൾ ആർക്കു വേണ്ടിയാണ് ജീവിച്ചിരുന്നത് എന്ന് ചിന്തിച്ചിരുന്നു. പക്ഷേ ആരൊക്കെയോ ഉള്ളതുപോലെ തന്നെ ഉമ്മ എന്ന് വിളിക്കാൻ ഒരു കുഞ്ഞു ജീവൻ തുടിക്കുന്ന പോലെ. ഇവളെ കൊണ്ട് ഭാരമുള്ള ജോലികളൊന്നും ചെയ്യിപ്പിക്കരുത്, ഡോക്ടർ ജയിൽ വാർഡന് നിർദ്ദേശം കൊടുത്തു. നൂറ അതിനിടയിൽ തന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി കഴിഞ്ഞിരുന്നു. ജയിലിൽ എല്ലാവർക്കും വാർഡൻ ലഡു വാങ്ങി വിതരണം ചെയ്തു. എടാ, ഞാൻ അവനെ ഇങ്ങോട്ട് കയറ്റിവിടട്ടെ? ആരെയാണ് സാറേ? നൂറ അല്പം ആകാംക്ഷയോടു കൂടിയാണ് ചോദിച്ചത്. നീ വന്ന അന്നു മുതൽ നിന്നെ കാണാൻ എല്ലാ ദിവസവും എത്തുന്ന ഒരാളുണ്ട്. ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും എത്തുന്ന ആൾ. ആരാണ് സാറേ? നിന്റെ കെട്ടിയവൻ മെഹ്റു. എന്നിട്ടെന്താണ് സാറേ ഇതുവരെ കയറ്റിവിടാതിരുന്നത്? നീ ഒരിക്കൽ ആട്ടിയിറക്കി വിടുന്നത് ഞാൻ കണ്ടതല്ലേ? അബദ്ധം പറ്റിപ്പോയതല്ലേ സാറേ? എന്ത് കൊതിയുണ്ടെന്നറിയാം അവനെന്ന് കാണാൻ. അവനും ആകെ താളം തെറ്റിയതുപോലെയാണ്. നീയില്ലാതെ ഒരു ജീവിതം അവന് സങ്കല്പിക്കാൻ പോലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഒരുമിക്കേണ്ടവർ തന്നെയല്ലേ? എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ് സാറേ. ഇടയ്ക്ക് ജീവിതത്തിൽ കയറി വന്ന ഏതോ ഒരു ഇരുട്ട് ഞങ്ങളെ ഒറ്റയ്ക്കാക്കി. ഒരുമിച്ച് ജീവിക്കാൻ ഒരുപാട് സ്വപ്നം കണ്ടവരാണ് സാറേ. ഒന്നിനുമില്ലാതെ വഴിപിരിഞ്ഞവർ. സമയം കഴിഞ്ഞിട്ടൊന്നുമില്ലടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചീത്തകാലം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു എന്ന് കരുതിയാൽ മതി. അവന് നിന്നെ ജീവനാണല്ലോ. അതെ സാറേ, അവൻ എന്നെ ജീവനായിരുന്നു. പക്ഷെ അന്ന് ആ രാത്രിയിൽ കൂട്ടുകാരുടെ കൂടെ പോയി കുടുങ്ങിയതാ. അന്ന് രാത്രിയിൽ അയാൾ എന്നെ ഉപദ്രവിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാനും അവനും തമ്മിലുള്ള സ്വർഗം തന്നെ നമ്മളിവിടെ ഉണ്ടാക്കിയേനെ. അവനൊരു ഭ്രാന്തനെ പോലെയാണ് ഇപ്പോൾ. ജീവിതം ആര് പറഞ്ഞാലും കേൾക്കാത്ത പോലെ. തനിക്ക് മാത്രമേ അവനെ മാറ്റിയെടുക്കാൻ കഴിയൂ. നാളെ അവൻ വരുന്ന സമയത്ത് ഞാൻ അകത്തേക്ക് കയറ്റിവിടും. ഇനി തന്നെ കാണാൻ വരുമ്പോൾ കുളിച്ച് വൃത്തിയായിട്ട് വരണമെന്ന് പറയണം. വീട്ടിൽ പോയി ഉപ്പാനെയും ഉമ്മാനെയും കാണണമെന്ന് പറയണം. എനിക്കൊരു ഭ്രാന്തനെ പോലെ എൻ്റെ മെഹ്റുവിനെ കാണാൻ കഴിയില്ല സാറേ. ഞാൻ പറയാം അവനോട്. പോഷകാഹാരങ്ങളൊക്കെ കഴിക്കണം. നിനക്കതിനുള്ള സംവിധാനം ഞാൻ ഒരുക്കിത്തരും. തൻ്റെ കുഞ്ഞിവിടെ ജനിക്കട്ടെ, ജയിലിലെ ആരോമലാവട്ടെ. സാറേ, എനിക്കൊന്ന് മെഹ്റുവിനെ കാണണം സാറേ. ഇങ്ങനെ ധൃതി വെക്കാതെ പെണ്ണെ, നാളെ രാവിലെ തന്നെ കാണാനുള്ള വഴിയൊരുക്കാം. ജയിലിലെ എല്ലാവർക്കും ഒരു സിമ്പതിയൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ വഴിക്കണ്ണുകളുമായി അവനെ നോക്കിയിരുന്നു. തനിക്കൊരു വിസിറ്റർ ഉണ്ടെന്ന് പറയുന്നത് കേൾക്കാൻ അവൾ കാത്തിരുന്നു. നേരെ വൈകിട്ടും പലരും വന്നു കാണാൻ വന്നിട്ടും അവനെത്തിയില്ല. വൈകുന്നേരം ഒരു വിസിറ്റർ വന്നു. അവൾ ആകാംക്ഷയോടെ അയാളെ കാണുവാൻ ചെന്നു. അത് റഫീഖൻ അളിയനായിരുന്നു. മോളെ, ആർക്കും നിന്നെ ഒന്ന് കാണുവാനുള്ള മനക്കരുത്തില്ലാത്തത് കൊണ്ട് മാത്രമാണ് ആരും വരാത്തത്. സാരല്ല അളിയ, ഇതൊക്കെ വിധിയാണെന്ന് കരുതിയാൽ മതിയല്ലോ. നിന്നോട് അവൻ ചെയ്തത് തെറ്റാണെന്ന് അവനെ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവൻ്റെ മാനസിക നിലയിലെല്ലാം തകരാറിലായത്. കുളിയില്ല, ഭക്ഷണമില്ല, നിന്നെക്കുറിച്ച് മാത്രമാണ് അവൻ പറയാനുള്ളത്. പല ഡോക്ടർമാരെയും കാണിച്ചുവെങ്കിലും എല്ലാവരും നിസ്സഹായരാണ്. അളിയ, എനിക്ക് അവനൊന്ന് കാണാൻ കഴിയുമോ? എൻ്റെ വയറ്റിൽ അവൻ്റെ കുഞ്ഞുണ്ട് എന്ന് എനിക്ക് അവനോടൊന്ന് പറയാൻ കഴിയുമോ? റഫീഖിൻ്റെ കണ്ണുകൾ വിടർന്നു. അവൻ സന്തോഷത്തോടെ അവളെ നോക്കി. ഇത് കേട്ടാൽ അവൻ വളരെ സന്തോഷത്തോടെ എല്ലാ പ്രശ്നങ്ങളും തീരും. അളിയ, എനിക്ക് എല്ലാവരെയും കാണാൻ പൂതിയുണ്ട്. അത്തയെ വിളിച്ചു പറയണം, ഇവിടെ വരെ വരാൻ പറയണം. മോളെ, നിനക്കെന്താണ് കഴിക്കാൻ ആഗ്രഹം? അങ്ങനെയുള്ള ഒരാഗ്രഹമില്ല അളിയ. എനിക്കെൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് കണ്ടാൽ മാത്രം മതി. സമയം കഴിഞ്ഞു. അവിടെ നിന്ന് ഒരു പോലീസുകാരി വിളിച്ചു പറഞ്ഞു. കണ്ണു നിറച്ച് അവിടെ നിന്ന് റഫീഖ് പടിയിറങ്ങുമ്പോൾ നൂറ എന്ന വ്യക്തി കുടുംബത്തിൽ നൽകിയ സ്വാധീനം വ്യക്തമായിരുന്നു. റഫീഖ് വീട്ടിലെത്തിയപ്പോൾ കോനയിൽ തന്നെ ഒരു ഭ്രാന്തനെ പോലെ മെഹ്റു ഇരിക്കുന്നുണ്ടായിരുന്നു. എന്തൊരു കോലമാടാ ഇത്! നീ ഒന്ന് കുളിച്ച് വസ്ത്രം മാറ്റുവാ, ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്തിനാളെയാ? ആർക്കു വേണ്ടിയാണ്? എന്നെ കാണാനും എന്നെ സ്നേഹിക്കാനുമുള്ള ആളൊക്കെ ജയിലിൽ പറഞ്ഞേച്ച് ഞാൻ തന്നെയല്ലേ. എടാ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു മോനെ. നീ ഇപ്പോഴും അതിനെക്കുറിച്ച് ഇങ്ങനെ ഓർത്തിരിക്കണോ? ഞാൻ ജയിലിൽ പോയിരുന്നു, അവളെ കണ്ടു. എന്നിട്ട് അവൻ ചാടി എഴുന്നേറ്റു. എന്നിട്ട് പറയാനൊക്കെ ഒരു വിശേഷമുണ്ട്. നീ ആദ്യം പോയിട്ടൊന്ന് കുളിച്ച് വൃത്തിയായിട്ട് വാ. മെഹ്റു ബാത്റൂമിലേക്ക് ഓടുകയായിരുന്നു. നൂറ് പോയതിനു ശേഷം ഒരിക്കൽ പോലും അവനവൻ്റെ മുഖം കണ്ണാടിയിൽ കണ്ടിരുന്നില്ല. നീട്ടി വളർത്തിയ താടിയെക്കുറിച്ച്, വളർന്നു വലുതായ മുടിയെക്കുറിച്ചോ അവൻ അറിഞ്ഞിരുന്നില്ല. കുളിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് അവൻ റഫീഖിൻ്റെ മുന്നിലെത്തി. റഫീഖ് ഉപ്പയെയും ഉമ്മയെയും സുറുമയും വിളിച്ചു. ഒരു സന്തോഷ വാർത്തയുണ്ട്, എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. എന്താണ് മോനെ? ഉപ്പ ചോദിച്ചു. ഞാനിന്ന് ജയിലിൽ പോയി നൂറയെ കണ്ടിരുന്നു. നമ്മുടെ മെഹ്റു ഒരു ബാപ്പയാവാൻ പോകുന്നു. എല്ലാവരുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ മെഹ്റു എഴുന്നേറ്റ് നിന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞ് വാക്കുകൾ കിട്ടാതെ അവൻ മരവിച്ചു നിന്നു. പാവൻ്റെ കുട്ടി, ഗർഭിണിയായിട്ട് കൂടി സിമൻ്റ് തറയിൽ കിടക്കണ്ടേ? അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അവിടെ കിട്ടുമോ? ചേർത്ത് പിടിക്കാനും തലോടി കൊടുക്കാനും ആരാ ഉള്ളത്?
ഉമ്മ കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു. ഉമ്മ, നാളെ തന്നെ നമുക്ക് അവളെ ഒന്ന് കാണാൻ പോകണം. മെഹ്റു അവളെ ചേർത്ത് പിടിച്ചു. മോനെ, റഫീഖ് നൂറയുടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു. ഇല്ലപ്പാ, അതിനുള്ള ധൈര്യം എനിക്കില്ല. ഉപ്പ പതിയെ ഫോണെടുത്ത് നമ്പർ അമർത്തി ചെവിയുടെ അടുപ്പിച്ചു. അല്പസമയത്തിന് ശേഷം അപ്പുറത്തു നിന്നും താല്പര്യമില്ലാത്ത ഒരു ശബ്ദം കിട്ടും. ഹലോ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എൻ്റെ മോള് ജയിലിലല്ലേ? എന്ത് കാര്യം പറഞ്ഞിട്ടെന്താ കാര്യം? സംഭവങ്ങളൊക്കെ ശരിയാണ്, നടക്കാനുള്ളതൊക്കെ നമ്മുടെ കയ്യിലല്ലല്ലോ. എല്ലാം പരമകാരുണ്യകനും കരുണാനിധിയുമായ റബ്ബിൻ്റെ തീരുമാനങ്ങളല്ലേ. ഞാനിപ്പോൾ വിളിച്ചത് എൻ്റെ മോൻ റഫീഖ് ജയിലിൽ പോയിരുന്നെന്ന് നൂറയെ കാണാൻ. അവൾ ഗർഭിണിയാണ്. പടച്ചോനെ, എൻ്റെ കുട്ടി. അപ്പുറത്തു നിന്നും ഒരു വിങ്ങിപ്പൊട്ടൽ മാത്രം കേൾക്കാമായിരുന്നു. ഏയ്, നിങ്ങളിങ്ങനെ ചെറിയ കുട്ടിയെപ്പോലെ കരഞ്ഞാൽ എന്തും ചെയ്യാം. സമാധാനമായിരിക്കും, അവൾക്കൊന്നും സംഭവിക്കില്ല. എല്ലാവരും പിരിഞ്ഞു പോയിട്ടും മെഹ്റുവിന് ഉറക്കം ഒട്ടും കിട്ടിയിരുന്നില്ല. അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അവളുടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അവനോട് ചേർത്ത് പിടിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവൾ. അവളുടെ ഹൃദയത്തിൽ എൻ്റെ കുഞ്ഞുമുണ്ട്. ഇനി ഒരിക്കൽ പോലും അവളെ ഞാൻ കരയിക്കില്ല. നാളെ അവിടെ പോയി കാണണം, അവളോട് സംസാരിക്കണം. ചെയ്തു പോയ തെറ്റിന് അവളുടെ കാലുകളിൽ വീണ് ക്ഷമ ചോദിക്കണം. ഉറങ്ങാതെ അവൻ നേരം വെളുക്കുന്നതുവരെ കാത്തിരുന്നു. വെളുപ്പിന് തന്നെ കുളിച്ച് ഒരുങ്ങി അവൻ അടുത്ത വണ്ടിക്ക് തൃശ്ശൂരിലേക്ക് യാത്രയായി. അവിടെ അകത്തു കയറുന്നതിന് മുമ്പ് വിസിറ്റർ ടൈമിന് കാത്തുനിന്നു. ഒടുവിൽ അവൻ്റെ ഊഴമെത്തി. അവൻ്റെ കാലുകൾ വലിച്ചു നടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കുറ്റഭാരത്താൽ അവൻ്റെ തല താഴ്ന്നിരുന്നു. അവൻ അവിടെ അവൾക്ക് വേണ്ടി കാത്തിരുന്നു. ദൂരെ നിന്നും അവൾ നടന്നു വരുന്നുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിലെ സൗഗന്ധികമേ എന്ന് ഉറക്കെ വിളിച്ചു പറയണമെന്ന് അവൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ നാവുകൾ ചങ്ങലക്കെട്ടിട്ടുണ്ട്. ഹൃദയം കീറിമുറിക്കുന്ന ഒരു വേദന ശരീരമാസകലം പടർന്നിരിക്കുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ത്രാണിയില്ലാത്തതുപോലെ അവൻ്റെ മുന്നിലായി അവൾ വന്നു നിന്നു. മെഹ്റു ഇരുമ്പഴിക്കുള്ളിൽ അവരുടെ കൈകൾ ചേർത്ത് വെച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അയ്യേ, സഖാവ് എന്തിനാ കരയുന്നേ? സഖാക്കന്മാർ ധീരന്മാരാണ്. അവർ കരയുന്നവരാണോ? പെണ്ണെ, ഞാനൊന്ന് കാല് പിടിച്ചോട്ടെ, നിൻ്റെ ഈ കാലിലൊന്ന് തൊട്ടോട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. മെഹ്റുവിൻ്റെയും നൂറയുടെയും ജീവിതത്തിലെ സുപ്രധാന നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന അടുത്ത ഭാഗങ്ങൾക്കായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കൂടെ കൂടുക.